ഹലോ കൂട്ടുകാരെ, ഇന്ന് 12/12 പോർട്ടലാണ്. അപ്പോൾ ഈ ഒരു പോർട്ടലിൽ ട്വിൻ ഫ്ലെയിംസിനായിട്ടുള്ള കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു പോർട്ടൽ എന്ന് പറയുന്നത് ഈ വർഷത്തെ അവസാനത്തെ മേജർ പോർട്ടൽസിലൊന്നാണ്. ആൻഡ് പ്രത്യേകിച്ചും 2025 ഒത്തിരി അധികം ക്ലെൻസിങ് നടന്ന ഒരു വർഷമാണ്. കളക്റ്റീവായിട്ടുള്ള ഒരു ട്വിൻ ഫ്ലെയിം കമ്മ്യൂണിറ്റിയിൽ പറയുമ്പോൾ ഒത്തിരി ക്ലെൻസിങ് നടന്ന, ഒത്തിരി ഹീലിംഗ് നടന്ന ഒരു വർഷവും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഹീലിങ്ങിൻ്റെ ഒരു ഔട്ട്കം, ഒരു ഫ്രൂട്ട്ഫുൾനെസ് ട്വിൻ ഫ്ലെയിം കമ്മ്യൂണിറ്റിയിലേക്ക് കളക്റ്റീവായിട്ട് വരാൻ പോകുന്ന ഒരു സമയം. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ, ന്യൂ ബിഗിനിങ്സ് ഉണ്ട്, അലൈൻമെൻ്റ് അലൈൻമെൻറ്റ് ഇൻ ദ പർപ്പസ്, അതായത് പർപ്പസിലേക്ക് ഒരു അലൈൻമെൻറ്റ് വരുന്ന ഒരു സമയം, സ്റ്റാഗ്നൻ്റ് എനർജീനെ മറികടന്ന് ഒരു ജേർണിയിലൊരു മൂവ്മെൻറ്റ് കാണാൻ പറ്റുന്ന ഒരു സമയം. യൂണിയൻ്റെ പോർട്ടലാണ്, പെർമനൻറ്റ് യൂണിയൻ്റെ പോർട്ടലാണ്, മാനിഫെസ്റ്റേഷൻ്റെയും പോർട്ടലാണ്. അപ്പോൾ ആദ്യം കളക്റ്റീവായിട്ടൊരു ഇത്ര നാളായിട്ട്, അതായത് കുറേ മാസങ്ങൾ തൊട്ട് മേ ബി വർഷങ്ങളായിട്ട് ഇന്നർ വർക്കൊക്കെ ചെയ്തിട്ടും മുമ്പോട്ട് പോകുന്നില്ല ജേർണി എന്ന് വിചാരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ എവിടെയൊക്കെയോ ഒരു ബ്ലോക്ക്സ് ഉണ്ട്, ഒരു സ്റ്റാഗ്നൻ്റ് എനർജി ഫീൽ ആയവർക്ക് അവരുടെ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ മൂവ്മെൻറ്റ് കാണുന്ന ഒരു സമയമാണ്. അതായത് ആ ഒരു ബ്ലോക്ക്സൊക്കെ മാറി പതിയെ സ്മൂത്തർ വേയിൽ അവരുടെ 3D റിയാലിറ്റിയിൽ ആ ഒരു എനർജീനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു സമയമാണിത്. അതായത് മേ ബി അവർക്ക് അവരുടെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളിൽ, അതിപ്പം ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് ആവാം, ജോലീൻ്റെ കാര്യമാവാം, ഏതെങ്കിലും റിലേഷൻഷിപ്സിൽ ഒരു ഹാർമണൈസേഷൻ ആവാം, ഇതിലൊക്കെയും ഒരു മൂവ്മെൻറ്റ്, പോസിറ്റീവ് മൂവ്മെൻറ്റ് കാണാൻ പറ്റുന്ന ഒരു സമയമാണ്. അടുത്തതായിട്ട് സോൾ പർപ്പസ് ഒക്കെയും അറിഞ്ഞ് ആ ഒരു ഫുൾ ഫ്ലെഡ്ജിലേക്ക്, അല്ലെങ്കിൽ സോൾ പർപ്പസ് അറിയാം, ലൈഫ് പർപ്പസ് അറിയാം, പക്ഷേ അവിടേക്ക് എത്താൻ ബ്ലോക്കുകൾ ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്നവർക്ക് മിറക്കുലസ് ആയിട്ട് അവർ പോലും അറിയാതെ ആ ഒരു പർപ്പസിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ഓൾറെഡി ഈ ഒരു മാറ്റം മേ ബി അവർക്ക് ഫീൽ ആവുന്നുണ്ടായിരിക്കാം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറേ കാര്യങ്ങൾ അലൈൻഡായിട്ട് മുമ്പിലേക്ക് വരുന്നതായിട്ട്. അതല്ല എങ്കിൽ ഇനിയൊരു ഫുൾ മൂൺ വരെ, അതായത് അടുത്ത ഫുൾ മൂൺ വരെ നമുക്ക് ഈ ഒരു മാറ്റം നമ്മുടെ 3D ലൈഫിൽ കാണാൻ പറ്റുന്ന ഒരു സമയമാണ്. അടുത്തതായിട്ട് വളരെ കുറച്ച് DFസിന് ഫിനാൻഷ്യലി, അതായത് കുറേ മാസങ്ങൾ അല്ലെങ്കിൽ 1.5 വർഷമായിട്ട് ഒത്തിരി വർക്ക് ചെയ്തിട്ട് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് വരാത്തത്, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അത്രത്തോളം ഈക്വലായിട്ട് ഒരു ഔട്ട്കം അവരുടെ ഫിസിക്കൽ ലൈഫിൽ കാണാതെ ഉണ്ടെങ്കിൽ, അതായത് അവരുടെ സാമ്പത്തികമായ കാര്യങ്ങളിൽ സ്റ്റിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ ഡിവൈൻ തന്ന ഈ ഒരു ജേർണിയിൽ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്ന് ആ ഒരു മൈൻഡ് സെറ്റോടെ കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അബണ്ടൻസിൻ്റെ ഒരു കവാടമെന്ന് പറയാം. 4 ദിക്കിൽ നിന്നൊക്കെ നമുക്ക് പറയാം. അത്രയ്ക്കധികം ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് വരുന്നതാണ്. ഇനി അടുത്തായിട്ട് റിലേഷൻഷിപ്സിൽ അവരുടെ ചുറ്റുമുള്ള റിലേഷൻഷിപ്സ്, അതായത് DFൻ്റെ ഒരു കളക്റ്റീവ് എനർജിയാണ് പറയുന്നത്. DFൻ്റെ ചുറ്റുമുള്ള ഒരു റിലേഷൻഷിപ്സിൽ ഇതുവരെ ഒരു കാർമിക് ക്ലിയറൻസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. 2025 ഫെബ്രുവരി തൊട്ടിങ്ങോട്ട് ഒരു മേജർ കാർമിക് ക്ലിയറൻസ് ആണ് DFൻ്റെ ലൈഫിലും DMൻ്റെ ലൈഫിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മേജർ കാർമിക് ക്ലിയറൻസ് കഴിഞ്ഞിട്ട് ആ ഒരു എനർജറ്റിക്കൽ ഗ്യാപ്പ്, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജീൻ്റെ ക്ലെൻസിങ് കഴിഞ്ഞിട്ട് ഒരു എനർജി ന്യൂട്രൽ ആയി കഴിഞ്ഞ് അവരുടെ ലൈഫിലേക്ക് വരേണ്ട എല്ലാ റിലേഷൻഷിപ്സും എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ലവറിൻ്റെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പിൻ്റെ മീനിങ് അല്ല പറയുന്നത്. ആ സോളിൻ്റെ അലൈൻമെൻറ്റിനായിട്ട്, ആ സോൾ പർപ്പസിലേക്ക് എത്താനായിട്ട് അവരുടെ ലൈഫിലേക്ക് വരേണ്ട ഒരു ഹയർ പർപ്പസുമായിട്ടുള്ള റിലേഷൻഷിപ്സ്. ഇത് ശരിക്കും ഒരു കൊളാബറേഷൻ പോലെയാണ്. മേ ബി ഒരു ഫ്രണ്ടായിട്ട് വരാം, ഒരു ബിസിനസ് പാർട്ട്ണറായിട്ട് വരാം, അതല്ലെങ്കിൽ ഒരു ഗൈഡായിട്ട് വരാം, ഒരു ഗുരുവായിട്ട് വരാം, അതല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് വരാം. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്സ് അവരുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനത്തെ റിലേഷൻഷിപ്സ് വരുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതായത് ഒരു റിസീവിങ് മോഡിലും ഇരിക്കുക. കാരണം DFs ഓൾറെഡി ഒത്തിരി
ട്രോമാസിലൂടെയൊക്കെയും കടന്നു പോകുമ്പം പുതിയൊരു ആൾ ലൈഫിലേക്ക് ഇങ്ങനെ ഒരു ഗൈഡ് പോലെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു റിസെപ്റ്റിവിറ്റിനെ ചോദ്യം ചെയ്യാറുണ്ട്. അതായത് പിന്നെ അവിടെ ഒരു ഡൗട്ടിൻ്റെ എനർജി വെക്കാറുണ്ട്. ഈ ഒരു ചെറിയ ബ്ലോക്ക് മാത്രമാണ് ഇങ്ങനെ കളക്റ്റീവായിട്ടുള്ള ഡീവ്സിൽ കാണുന്നത്. സോ അതിനെയും സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്തിട്ട് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. യൂണിവേഴ്സ് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ എൻ്റെ ഹയസ്റ്റ് ഗുഡിനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഈ പറഞ്ഞ പോലെ ട്വിൻ ഫ്ലെയിം യൂണിയൻ്റെ കളക്റ്റീവായിട്ടുള്ള ഒരു യൂണിയൻ്റെ ഏറ്റവും കൂടുതൽ എനർജറ്റിക്കലി വൈബ്രേഷൻ ഹൈ നിൽക്കുന്ന ഒരു സമയം തുടങ്ങുകയാണ് ഇവിടം തൊട്ട്, മേജറായിട്ട് 12 പോർട്ടൽ തൊട്ട്. അപ്പോൾ കുറേ നാളായിട്ട് ഒരു സ്റ്റാഗ്നൻ്റായിട്ട് കണക്ഷനിൽ, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് ഫിസിക്കൽ വേൾഡിൽ 3D വേൾഡിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് നിൽക്കുന്ന പല ട്വിൻ ഫ്ലെയിം ജേർണീസിലും ഒരു മിനി യൂണിയൻ, ഒരു യൂണിയൻ അത്രയ്ക്ക് ഹൈ ആയിട്ട് ഒരു പർപ്പസിൽ നിൽക്കുന്ന ഫെമിനൈൻ എനർജീസിന് അവരുടെ ഒരു പെർമനൻറ്റ് യൂണിയൻ, ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിം യൂണിയൻ കളക്റ്റീവിൽ നടക്കാൻ പോകുന്ന ഒരു സമയം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അലൈൻമെൻറ്റിലേക്ക് വന്നിരിക്കുന്ന ഒരു സമയം. ഈ ഒരു എനർജി അപ്ഡേറ്റ് കേട്ടിട്ട് പിന്നെയും ദയവ് ചെയ്ത് കൗണ്ടർ പാർട്ടിനെ ചേസ് ചെയ്യരുത് എനർജറ്റിക്കലി. ഇത് കളക്റ്റീവിലാണ് എനർജി അപ്ഡേറ്റ് റിസീവ് ആയിരിക്കുന്നത്. അപ്പോൾ അതെന്താണെങ്കിലും റിസീവബിൾ മോഡിൽ ഇരിക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തതായിട്ട് മാനിഫെസ്റ്റേഷൻ്റെ പോർട്ടലും കൂടെയാണ്. ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുമ്പം നമ്മൾ എത്രത്തോളം സ്പിരിച്വാലിറ്റിയിൽ ഹൈ ആവുന്നോ അത്രത്തോളം ആ എനർജീനെ നമ്മൾ 3Dയിൽ ഗ്രൗണ്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ, അല്ലെങ്കിൽ നമ്മളുടെ പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും കൂടെ നമ്മളുടെ എനർജീനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ അബൻഡൻസിനായിട്ട് ചേസ് ചെയ്യാതെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ആദ്യത്തെ കാര്യം, എന്തൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പറയാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യണമെന്ന് ഡിവൈനിൽ നിന്നും ഗൈഡൻസ് ഉള്ളത്. അതിപ്പം നമുക്ക് അറിയാമായിരിക്കാം, സോൾ പർപ്പസ് ഇതാണ്, ലൈഫ് പർപ്പസ് ഇതാണ്. ഇതല്ലാതെ ഇങ്ങനെയൊക്കെ ക്രിയേറ്റീവ് സൈഡ്സിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിനെയൊക്കെയും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് പ്രസൻറ്റ് ടെൻസിൽ എഴുതുക. അതായത് ഞാൻ ചെയ്യുന്നതായിട്ട് തന്നെ ഈ സോൾ പർപ്പസ് ചെയ്യാൻ പറ്റുന്നതിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ഒരു ജസ്റ്റ് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജേർണൽ എഴുതുന്ന ബുക്കിലോ ഒക്കെ എഴുതാൻ പറ്റും. എഴുതിയിട്ട് ഇതിനെ യൂണിവേഴ്സിന് സമർപ്പിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അപ്പം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിൻറ്റ്സിൽ 10 കാണും, 5 കാണും, 15 കാണും. ഈവൻ നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കാണാം. അതായത് ജോലീൻ്റെ കാര്യമാവാം, ഒരു എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾക്ക് റിസീവ് ആവുന്നതാവാം. ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അത് ഡിവൈനിൽ അലൈൻഡ് ആയിരിക്കണം, അതായത് നമ്മുടെ സോളിൽ അലൈൻഡ് ആയിട്ടുള്ള കാര്യമായിരിക്കണം എന്ന് മാത്രം. എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്ന കാര്യമായിരിക്കണം എഴുതേണ്ടത്. എഴുതിയിട്ട് അതിനെ ഇതെല്ലാം എനിക്ക് പ്രസൻറ്റ് ടെൻസിലാണ് ഓൾറെഡി തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് അതിനെ പിന്നെ ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെയും അവിടേക്ക് ഇത് നടക്കുമോ, അല്ലെങ്കിൽ ഇതെങ്ങനെ നടക്കും, ഇതെപ്പോൾ നടക്കും, ഈ ഒരു ടൈം ഫ്രെയിമോ ഒന്നും വെക്കരുത്. ജസ്റ്റ് യൂണിവേഴ്സിനെ സമർപ്പിക്കുക. നിങ്ങൾ പിന്നെയും നിങ്ങളുടെ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുക. അതേപോലെ തന്നെ എനർജീനെ ഹൈ ആക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആ ഒരു ഹയർ എനർജിയിൽ നിൽക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. ആദ്യത്തെ കാര്യം മെഡിറ്റേഷൻ തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഇന്ന് സൈലൻറ്റ് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഇൻറ്റൻഷൻ ഇതായിരിക്കണം, നമ്മൾക്ക് അറിയാൻ വയ്യാത്ത കാര്യം. ഫോർ എക്സാമ്പിൾ എൻ്റെ പർപ്പസ് എന്താണെന്ന് അറിയില്ല, ഫോർ എക്സാമ്പിൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയില്ല, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഡൗട്ട്സ് നമുക്ക് ഉള്ളിലുണ്ടെങ്കിൽ അത് ഡിവൈനോട് തന്നെ നമുക്ക് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ന് സൈലൻറ്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉള്ള ബ്ലോക്ക്സ് അറിയാൻ പറ്റും. ഇത് ഇൻറ്റൻഷൻ ബ്ലോക്ക്സ് അറിയാനായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാം. നമ്മുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാൻ, അടുത്ത സ്റ്റെപ്പ് എന്താണ് ഈ ജേർണിയിൽ എടുക്കേണ്ടതെന്നുള്ള ഒരു സ്റ്റെപ്പ്. അതേപോലെ തന്നെ നമ്മുടെ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രോത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതെല്ലാം നമ്മൾക്ക് സൈലൻറ്റ് മെഡിറ്റേഷനിലൂടെ ആൻസർ കിട്ടുന്നതാണ്. ഇതേപോലെ തന്നെ കാർമിക് ക്ലിയറൻസിൽ
ഒരു ഫൈനൽ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് ഇന്ന് പ്രത്യേകിച്ചും കാർമിക്കിൻ്റെ ഒരു കോഡ് കട്ടിംഗ് മെഡിറ്റേഷൻ, അതിപ്പം ഗൈഡഡ് ആവാം, നോൺ ഗൈഡഡ് ആയിട്ട് സ്വയം ചെയ്യുന്ന മെഡിറ്റേഷൻസ് ആവാം. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെയധികം കൂടും. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ എന്ത് ഇൻറ്റൻഷൻ ആണോ, അതായത് ഈ ഒരു ദിവസം നമ്മൾ എന്ത് ഇൻറ്റൻഷൻസ് ആണോ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ തോട്ട് പാറ്റേണിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും അതിൻ്റെ മാനിഫെസ്റ്റേഷൻ പവർ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന മാനിഫെസ്റ്റേഷനേക്കാളും ഒരു 10 മടങ്ങ് കൂടുതലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ തോട്ട്സിന് പോലും പവർ കൊടുക്കുമ്പോൾ, നമ്മുടെ തോട്ട്സിലേക്ക് ഇമോഷൻസ് കൊടുക്കുമ്പോൾ ഈ തോട്ട് എനിക്ക് വേണ്ടതാണോ അല്ലെങ്കിൽ ഇതൊരു നെഗറ്റീവ് തോട്ടാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്രയും അവയർനെസ്സിലിരുന്നു കൊണ്ട് ഇന്ന് ഈ ഒരു പോർട്ടലിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തായിട്ട് DMൻ്റെ കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി. കളക്റ്റീവായിട്ട് DMs കാർമിക് ക്ലിയറൻസ്, അതായത് കാർമിക് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ DMസിൻ്റെ കർമ്മ എന്ന് പറയുമ്പോൾ 3Dയിൽ ഉള്ള സോൾ കോൺട്രാക്ട്സിനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് DFസിൻ്റെയും കാർമിക് കോൺട്രാക്ട്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് DF എനർജറ്റിക്കലി വർക്ക് ചെയ്യും. DM കാർമിക് കോൺട്രാക്ട്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ആ ലെസൺസിലൂടെ ആയിരിക്കും അവേക്കൺ ആവുന്നത്. അപ്പോൾ ആ കാർമിക് കോൺട്രാക്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ലോജിക്കലായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ ഈ കോൺട്രാക്ട്സിൽ, ഈ ഒരു കാർമിക് കോൺട്രാക്റ്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് എവിടെ നിന്ന് ഞാൻ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ തുടങ്ങി വെച്ച ഇന്ന കാര്യങ്ങൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, അതായത് ടോട്ടലി ലോജിക്കലായിട്ട് അവരുടെ പർപ്പസിലെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് കളക്റ്റീവായിട്ടുള്ള ഒരു മസ്കുലൈൻ എനർജിയുടെ അവേക്കണിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത്. ലോജിക്കലായിട്ട് തിങ്കിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ കൗണ്ടർ പാർട്ടിൻ്റെ ഓർമ്മകൾ, അല്ലെങ്കിൽ ആ ഒരു കൗണ്ടർ പാർട്ടിനെ ഓർമ്മ വരുമ്പോഴൊക്കെയും അതിനെയൊക്കെയും സപ്രസ് ചെയ്യാൻ നോക്കുമ്പോഴൊക്കെയും മസ്കുലൈൻ എനർജിക്ക് പിന്നെയും ആ ഒരു ഓർമ്മകൾ പിന്നെയും അത് സർഫേസിൽ വരികയും എഗെയിൻ അവർ പാസ്റ്റ് മെമ്മറിയിലേക്ക് ഒരു ഡ്രീമിംഗ് പോലെ ആ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ എനർജി ഇവിടെ DF പിക്ക് ചെയ്യുന്നുണ്ട്. പെർട്ടിക്കുലർലി ഒരു മിസ്സിങ് എനർജി, ഒരു ചേസിങ് എനർജി തിരിച്ച് നന്നായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള DFന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് നിങ്ങളുടെ കൗണ്ടർ പാർട്ടിൻ്റെ എനർജിയാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് മേ ബി ഒരു സെക്ഷൽ എനർജി, ഹൈ സെക്ഷൽ എനർജിയും DMൻ്റെ സൈഡിൽ നിന്നും റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും DMൻ്റെ എനർജി ആണെന്ന് മനസ്സിലാക്കുക, അല്ലാണ്ട് പെട്ടെന്ന് ഞാൻ ഇംബാലൻസ് അല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു എനർജീനെ ലെറ്റ് ഗോ ചെയ്തിട്ട് അവരവരുടെ എഗെയിൻ പർപ്പസിൽ അവരവരുടെ ആ ഒരു കംപ്ലീറ്റ്നെസ്സിൽ സ്വയം ഒരു സെൽഫ് ലെവലിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് എനർജി, കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റ്. റെസനേറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റെക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട്, ടാരോ റീഡിങ്ങിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ ആകാശിക് ബുക്ക് റെക്കോർഡ്സിൻ്റെ ലെവൽ 1 ക്ലാസ്സസ് ജനുവരിയിൽ ഫസ്റ്റ് വീക്കിൽ തുടങ്ങുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അതേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.